നമസ്കാരം. ഞാൻ ഡോക്ടർ ജോന. പ്രസവരക്ഷയിൽ ധന്വന്തരം കഷായം ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ. പ്രസവരക്ഷയിൽ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ കണ്ണുമടച്ച് ഉപയോഗിക്കുന്ന ഒന്നാണ് ധന്വന്തരം കഷായം. എന്നാൽ ഇങ്ങനെ പ്രസവരക്ഷാ കഷായമായി ഉപയോഗിക്കേണ്ട ഒന്നല്ല ധന്വന്തരം കഷായം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ആയുർവേദത്തിൽ ഒരാളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് മരുന്നുകൾ നിശ്ചയിക്കുന്നത്. പ്രസവശേഷം ഒരമ്മയ്ക്ക് എന്തൊക്കെയാണോ ബുദ്ധിമുട്ടുള്ളത് അതിന് അനുസരിച്ചിട്ടുള്ള മരുന്നുകളായിരിക്കും ഉള്ളിലേക്ക് നൽകുകയും ചെയ്യേണ്ടത്. ചിലർക്ക് പ്രഗ്നൻസി ടൈമിൽ തന്നെ ഡയബറ്റിക്, ബി പി, തൈറോയിഡ് തുടങ്ങിയവ ഉണ്ടാകും. ചിലർക്ക് പ്രസവശേഷം ഇത് മാറുകയും എന്നാൽ മറ്റു ചിലർക്ക് തുടർന്ന് ഇത് കാണുകയും ചെയ്യും. ചിലർക്കാകട്ടെ പ്രസവശേഷം നടുവേദനയായിരിക്കും കൂടുതലായി ഉണ്ടാവുക. മറ്റു ചിലർക്ക് പാൽ കുറവ്, വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, ബ്ലീഡിംഗ് കൂടുതൽ, അങ്ങനെ പല ആളുകൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാകുന്നത്. ചിലർക്ക് പ്രസവശേഷം ശരീരത്തിൽ ചൊറിച്ചിൽ കാണാറുണ്ട്. മറ്റു ചിലർക്ക് തലവേദന ഉണ്ടാവാം. ചിലർക്ക് പ്രസവശേഷം വിശപ്പ് കാണില്ല. ചിലർക്ക് വണ്ണം അമിതമായി വെക്കുന്നത് കാണാം. അങ്ങനെ പല ആൾക്കാർക്കും പലതാവും ആവശ്യങ്ങൾ. അങ്ങനെ ഓരോ അമ്മയ്ക്കും എന്താണോ ബുദ്ധിമുട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ നൽകുന്നതാണ് ഉത്തമം. അല്ലാതെ പ്രസവരക്ഷാ കഷായമെന്നോ പ്രസവരക്ഷാ അരിഷ്ടമെന്നോ ലേഹ്യമെന്നോ അങ്ങനെ ഒന്നില്ല. ധന്വന്തരം കഷായം നല്ലൊരു യൂട്രൈൻ ടോണിക് ആണ്. അതുപോലെ തന്നെ യൂട്രസ് മസിൽസിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കഴിവും ധന്വന്തരം കഷായത്തിനുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് ആ പ്രസവിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് എന്താണോ ബുദ്ധിമുട്ട് കൂടുതലായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് നൽകുന്നതായിരിക്കും ഉത്തമം. പ്രസവശേഷം പ്രത്യേകിച്ചും വിശപ്പില്ലായ്മ, വയറ്റിൽ നിന്ന് പോകുവാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത്. ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസവശേഷം കഴിയുന്നതും ഒരു ആയുർവേദ ഡോക്ടറിനെ തന്നെ കണ്ട് നിങ്ങളുടെ അവസ്ഥയ്ക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങി കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും ഏതെങ്കിലും ആയുർവേദ ഏജൻസിയിൽ മരുന്ന് എടുത്തു കൊടുക്കുവാൻ നിൽക്കുന്നവരോട് പ്രസവരക്ഷാ മരുന്ന് വേണമെന്ന് പറഞ്ഞ് കിലോ കണക്കിന് ലേഹ്യവും മരുന്നുകളും വാങ്ങരുത്.